വർക്കിംഗ് ഫോർ EY ആസ് എ ടാക്സ് കൺസൾട്ടൻറ്റ്. വലിയ ബിഗ് ഫോഴ്സിലേക്കും MNCസിലേക്കൊക്കെ ഒരു ഈസി ആക്സസ് കിട്ടുന്നതാണ് ACCA ഒരു ബെനിഫിറ്റ്. ഇപ്പോൾ ACCA ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ CA ഉള്ള ആൾക്കാരെ കമ്പനീസ് ഹാൻഡ് പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ജോബ് കിട്ടും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ്റെ ഒരു പവറാണ് അവിടെ ഞാൻ കണ്ടത്. +2 സയൻസ് എടുത്ത് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് കൊമേഴ്സിലെത്തി ACCയുടെ 10 പേപ്പേഴ്സ് 1.5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ലോകം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്ന വളരെ നോർമലായ നിലമ്പൂരുകാരനായ റസ ബക്കറാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം അടിപൊളിയായി പോകും. ഓക്കെ. അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നത്? ഞാൻ +2 കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ, നമ്മൾ 10th 12th ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്നത്തെ ഒരു 2015-16 സമയത്തൊക്കെ ഒരു ട്രെൻഡ് ആയിരുന്നു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിന് പോവാ അല്ലേ. അപ്പോൾ ഞാനും 10th കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്, എല്ലാവരും പറഞ്ഞു എന്താ മെഡിസിന് പോവാം. അപ്പോൾ ഞാൻ ഓക്കെ മെഡിസിന് പോകാൻ +2 സയൻസ് എടുക്കാം, +2 സയൻസിന് പോയി. അപ്പോൾ സയൻസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒബ്വിയസ്ലി 12th പിന്നെ അറിയാലോ, നമ്മൾ പഠിച്ച് അത്യാവശ്യം കുറച്ചൊക്കെ നോക്കി എവിടെ എവിടെയും പോയി കഴിഞ്ഞാൽ തന്നെ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടും. I had 90%. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അവിടെയാണ് റിയാലിറ്റി ചെക്ക് വന്നത്. റിയൽ ലൈഫ് ഇസ് ക്വൈറ്റ് ടഫ്. അപ്പോൾ നീറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ എഴുതാനാണ് ഞാൻ ഫസ്റ്റ് പോയത്. അപ്പോൾ അവിടെ പോയി പരിപാടി നടന്നില്ല. ഐ ഹാഡ് ഡീസൻറ്റ് മാർക്സ്, പക്ഷേ MBBS ഉള്ളതൊന്നുമില്ല. കാരണം ലോകം മൊത്തം MBBSന്റെ പിന്നാലെ ഓടുകയാണല്ലോ. അറൌണ്ട് 10 lakh ആസ്പിറൻസ് ഉണ്ട് നീറ്റിനൊക്കെ തന്നെ. അപ്പോൾ അത്രയും ബ്ലോക്കേജ് അവിടെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് മേക്കും ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവർ പറഞ്ഞു എന്താ, ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ്, വേറെ നോക്കണമെങ്കിൽ നോക്കാം, ഇഫ് യു വോണ്ട് ടു കണ്ടിന്യൂ യു ക്യാൻ ഡു ആസ് യു ലൈക്ക്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു. കുറേ ആൾക്കാർ ഇപ്പോൾ മെഡിസിനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയിലൊന്നുമല്ല. ആ ഒരു പ്രസ്റ്റീജും അതേപോലെ പാക്കേജും അതൊക്കെ കൺസിഡർ, ഞാനും ഓണസ്റ്റ്ലി ആ ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കിട്ടുന്ന വേറെ കോഴ്സ് ഏതാ നോക്കി. സോ അതിൽ വന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, CAക്ക് പോകാന്നുള്ള മെൻറ്റാലിറ്റി വന്നു. അപ്പോൾ ഞാൻ CAനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ACCനെ പറ്റി അറിഞ്ഞത്. സോ ബേസിക്കലി CA എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാ കൺട്രിക്കും അവിടേതായ ചാർട്ടേഡ് അക്കൗണ്ടൻസി ബോഡി ഉണ്ട്. അപ്പോൾ UK ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ക്വാളിഫിക്കേഷൻ ACCA. അപ്പോൾ ഞാൻ എന്ത് ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ്. ഒരു ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. സോ അങ്ങനെ ഒരു കരിയർ ഷിഫ്റ്റ് എന്നുള്ള പോലെ ലൈക്ക് എന്താ, ഇത്രയും കാലം സയൻസ് പഠിച്ചിട്ട് പിന്നെ കോമേഴ്സിലേക്ക് ഒരു ഷിഫ്റ്റ് എടുത്തതാണ്. ആൻഡ് ഐ ഡിഡ് വെൽ ഓവർ ദാറ്റ്. കാരണം ഞാൻ സയൻസിൽ അവിടെ ബ്ലോക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു. ഇപ്പോൾ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സൈൻ, കോസ്റ്റ് ആൻഡ് മാത്സിൽ എപ്പോൾ ആൽഫബറ്റ്സ് വന്നു തുടങ്ങിയോ എൻ്റെ കഥ അവിടെ ക്ലോസ്ഡ് ആയി. ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ വന്നപ്പോൾ ഇവിടുത്തെ മാത്സ് ബേസിക് മാത്സ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒരു കോമൺ മാനിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിൽ അങ്ങനെ അവിടെ ത്രൈവ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ച് പാസ്സായി. ആൻഡ് കോവിഡ് വന്ന സമയത്ത് ഐ വാസ് എംപ്ലോയിഡ്. എൻ്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. കോവിഡ് വന്ന സമയത്തും എന്താ എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അതേപോലെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ എവറിത്തിങ് വാസ് ഗോയിങ് വെൽ ഫോർ മീ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഇനീഷ്യലി ലോട്ട് ഓഫ് ഫെയിലിയേഴ്സ് ഫേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് മനസ്സിലായി എവറിബഡി ഹാസ് ദിയർ ഓൺ ടൈം. നമ്മൾ ആ കറക്റ്റ് ടൈം ട്രാക്കിലേക്ക് എത്തേണ്ട സമയത്ത് എത്തിക്കുള്ളൂ. ആൻഡ് അങ്ങനെ ഇപ്പോൾ ചെന്നിട്ട് ഇപ്പോൾ ഞാൻ എന്താ മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസിൽ അറിയും. അതായത് ഐ എം വർക്കിംഗ് ഫോർ EY ആസ് എ ടാക്സ് കൺസൾട്ടൻറ്റ്, ആൻഡ് ഐ എം വർക്കിംഗ് ഫോർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ആസ് എ ഫാക്കൽറ്റി, ആൻഡ് അതേപോലെ ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിൻ്റെ രജിസ്റ്റേർഡ് മെൻറ്ററും കൂടെയാണ്. അപ്പോൾ 3 ഡിഫറെൻറ്റ് രീതിയിൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ACCA ബേസിക്കലി തന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയുടെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്, അതെന്താ ആക്ച്വലി സംഭവം? ആക്ച്വലി അത് ACCA ആസ് യു നോ അത് ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ളൊരു മെമ്മോറാൻഡം ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ ACCൻ്റെ ഒരു 9 പേപ്പർ കഴിഞ്ഞ ഒരാൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുക്കാം, BSc ഓണേഴ്സ് ഇൻ അപ്ലൈഡ് അക്കൗണ്ടിംഗ്. അപ്പോൾ ആക്ച്വലി നമ്മൾ അവിടെ പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാലോ UK പോയി ലിവിങ് എക്സ്പെൻസ്, ട്യൂഷൻ ഫീസ് എല്ലാം കൂടെ കൂട്ടി ഒരു ഹ്യൂജ് എമൗണ്ട് കൈ നിറക്കണം. ബട്ട് ഇത് നമുക്ക് ACCൻ്റെ ആ ഒരു സിലബസ് വളരെ അടിപൊളിയായതുകൊണ്ടും അതിൻ്റെ ആ ഒരു കരിക്കുലത്തിൻ്റെ ഒക്കെ ബെനിഫിറ്റ് കാരണം നമുക്കിത് കിട്ടും. അത് വെറുതെ കിട്ടില്ല, ഒരു പ്രൊജക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഈ പ്രൊജക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UK എന്നുള്ള ഈ ക്വാളിഫിക്കേഷൻ കിട്ടും, അഡീഷണൽ ആയിട്ട് ഡിഗ്രി കിട്ടുകയാണ്. സോ ഇവിടെ എത്ര വർഷം അങ്ങനെ ക്രൈറ്റീരിയ ഒന്നുമില്ല. സോ ലെറ്റ്സ് സേ 17 വയസ്സുള്ള ഒരാൾ +2 കഴിഞ്ഞ് ACCക്ക് ജോയിൻ ചെയ്യാണ്. ഒരു കൊല്ലം കൊണ്ട് 9 പേപ്പർ തീർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊല്ലം കൊണ്ട് എന്ത് ചെയ്യുക, ഡിഗ്രി എടുക്കാൻ പറ്റും. ഒരു ഇന്റർനാഷണൽ ഡിഗ്രി, ഒരു ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ACCA കഴിഞ്ഞ ആൾക്കാർക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. MBA ഫ്രം ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റി, MSc ഫ്രം ലണ്ടൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഡിഫറെന്റ് ക്വാളിഫിക്കേഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം CA എന്ന് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അതിന് മുകളിലേക്കൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ACCക്ക് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് അബൌട്ട് മുകളിലേക്ക് പോകാന്നുള്ളതല്ല, ACCA തന്നെ അതിന്റെ ടോപ്പിലാണ്. ബാക്കിയൊക്കെ നമുക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഇഫ് യു വാണ്ട്, അതെ അഡീഷണൽ ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ്. അതായത് കുറെ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ കൂടുതൽ പഠിക്കാൻ ആഗ്രഹം, കൂടുതൽ ക്വാളിഫിക്കേഷൻ എടുക്കാൻ, പേരിന്റെ ഇവിടെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ.
അപ്പോൾ അങ്ങനത്തെ ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ ഇഷ്ടം പോലെ ക്വാളിഫിക്കേഷൻസ് വേറെയും കിട്ടും. അപ്പോൾ ഞാൻ ആക്ച്വലി ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിൻ്റെ ഡിഗ്രി കഴിഞ്ഞ ഒരാളുമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ രജിസ്റ്റേർഡ് മെൻറ്ററാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ACCൻ്റെ 9 പേപ്പർ കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ വി കൻ വർക്ക് ഇറ്റ് ഔട്ട്. ഇപ്പോൾ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഡിപ്പെൻസ് ഓൺ യുവർ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ACC ഉണ്ടെങ്കിൽ തന്നെ ജോബ് ലാൻഡ് ചെയ്യാം. നമുക്ക് ജോബ് ലാൻഡ് ചെയ്ത് വർക്ക് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ. ചില ആൾക്കാർക്ക് മേ ബി അക്കാഡമിക്കലി കൂടുതൽ ക്വാളിഫിക്കേഷർക്ക് ആഗ്രഹം ഉണ്ടാവും. ചിലർക്കൊക്കെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ആവാൻ ആഗ്രഹം ഉണ്ടാവും, ടീച്ചിങ്ങിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് ലൈക്ക് യൂഷ്വലി നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ടീച്ചിങ്ങിന് പോയാൽ ജനറലി ദ റെമ്യൂണറേഷൻസ് ക്വൈറ്റ് ലോ അല്ലേ നമ്മൾ പ്രൈവറ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ. ബട്ട് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ പാക്കേജിൽ ടീച്ചിങ് ഫീൽഡിലേക്ക് ഒരു എൻട്രി കിട്ടുകയാണ്. അപ്പോൾ അവിടെ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ദേ കൻ ഇൻക്രീസ് ദെയർ വാല്യൂ. എത്ര നാളുകൊണ്ടാണ് ACCA കംപ്ലീറ്റ് ചെയ്തത്? ആക്ച്വലി അറൌണ്ട് 2.5 to 3 yearsലാണ് ഞാനത് തീർത്തത്. സോ ആ പാൻഡമിക് വന്ന സമയത്ത് ഒരു ലാഗ് ഉണ്ടായിരുന്നു. ആൻഡ് ബിസൈഡ്സ് ദാറ്റ് അത് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ഫാസ്റ്റ്. EYയിൽ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, ആ ജോലിയെ പറ്റി പറയാമോ? ഐ ആക്ച്വലി എൻട്രഡ് EY ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ലൈക്ക് അവിടെ എംപ്ലോയീസിന് ഭയങ്കര നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന അങ്ങനത്തെ ഒരു കൾച്ചർ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതാണ്. സോ ആക്ച്വലി ഐ എം സപ്പോർട്ടിങ് സൗദി ടീം. അപ്പോൾ സൗദിയിൽ നിന്നുള്ള കുറേ ഡിഫറെൻറ്റ് വേരിയസ് വലിയ കമ്പനീസിനൊക്കെ അവരുടെ ടാക്സ് കാൽക്കുലേഷൻ, ഓഡിറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ വർക്കാണ് ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എങ്ങനെയുണ്ട് വർക്ക്? പ്രഷർ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത്? അണ്ടർസ്റ്റാൻഡ്, അത് കുറേ ആൾക്കാർ കൺസേൺ ഉള്ള ഒരു സംഭവമാണ് ഭയങ്കര വർക്ക് പ്രഷർ ആണോ എന്നൊക്കെ. അത് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ അവർ ടീം ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസ്പെക്ട്സ് ഇൻ ദ വർക്ക്. അതായത് ചിലപ്പോൾ നമുക്ക് മെജോറിറ്റി ടീമിലും ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ ഓഡിറ്റ് ടാക്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സീസൺ ടൈം ഉണ്ട്, ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരുന്ന സമയം. ആ സമയത്ത് ടു ബി ഓണസ്റ്റ് നല്ല ഹെക്റ്റിക് ആയിരിക്കും, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുണ്ടാവും. ഒരു 3 to 4 months അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടാവും. ബട്ട് ആഫ്റ്റർ ദാറ്റ് എല്ലാവരും ജനറലി ക്വൈറ്റ് ഫ്രീ ആണ്, വലിയ ബിസി ഒന്നും അല്ലാത്ത. സോ അത്യാവശ്യം ഒരു ബാലൻസിലാണ് പോവുക. ഇനീഷ്യലി കുറച്ച് ഫ്രീ ആയിരിക്കും, പിന്നെ അറ്റ് എ ടൈം ഭയങ്കര ബിസി ആയിരിക്കും. ഓക്കെ, ഇപ്പം എന്നോട് നേരത്തെ പറഞ്ഞു ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരു ACCA-കാരനാണെന്ന്. അപ്പം എങ്ങനെയാണ്, ഹൗ ഡു യു ഡിഫൈൻ യുവർ നോർമാലിറ്റി ഈ ഒരു കൂട്ടത്തിൽ? നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. എക്സ്ട്രീം ആവറേജ് അല്ല, ഒരു ജസ്റ്റ് ഐ എം നോട്ട് എ ബിഗ് ജീനിയസ് ഓർ എനിത്തിങ്. സ്കൂളിൽ ടോപ്പർ ഒന്നുമല്ല. I'll be competing with them. ഒരു മിഡിൽ ബെഞ്ചർ അങ്ങനെ പറയാലോ. ബാക്ക് ബെഞ്ചർ അല്ല, ഞാൻ അങ്ങനെ ഹീറോയിസം പറയുന്നില്ല. അതേപോലെ ഫ്രണ്ട് ബെഞ്ചിൽ പോയിരുന്ന് പഠിക്കുന്ന ഒരാളും അല്ല, മിഡിൽ ബെഞ്ചർ ആയിരുന്നു. അപ്പോൾ എനിക്ക് കമ്പയർഡ് ടു എവരി വൺ എൽസ് ഐ എം ജസ്റ്റ് എ നോർമൽ പേഴ്സൺ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം. ഞാനിപ്പോൾ +2 കഴിഞ്ഞപ്പോൾ 1.5 years അവിടെ വേസ്റ്റായി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ശേഷം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉള്ളിൽ വരുമല്ലോ, ഐ എം ഫോളോയിങ് ബാക്ക് ഇൻ ലൈഫ്. കാരണം ഞാനപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എൻ്റെ സീനിയേഴ്സ് ആയനെ. അപ്പോൾ അന്ന് ഒരു ഡിസിഷൻ എടുത്തു. ആ ഒരു പോയിന്റിൽ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ എന്താണ്, എനിക്ക് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു കഷ്ടപ്പെട്ടുള്ളൊരു പാത്തിലേക്ക് പോകാണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ആസ് എ നോർമൽ പേഴ്സൺ അതിൽ ഒരുപാട് എക്സ്ട്രാ ഗോഡ് ഗിവൺ ഗിഫ്റ്റ്സ് ഒന്നും ഇല്ലാണ്ട് പ്രോപ്പർ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കിട്ടി. അതിന് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തോ യൂട്ടിലൈസ് ചെയ്ത് അങ്ങ് സെറ്റിൽ ആവാൻ പറ്റി. ഇപ്പം ഈ അന്ന് ബാക്കിൽ നിന്ന സമയത്ത് സെക്കൻഡ് ഇയർ ആയ ഡിഗ്രിക്കാരെക്കാളും ഇപ്പം ഒരുപാട് മുന്നിലേക്ക് എത്തി. യെസ്, ഓണസ്റ്റ്ലി ആണെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദം കുഡ് നോട്ട് ലാൻഡ് എ പ്രോപ്പർ ജോബ്. അതിന് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ കുറേ ആൾക്കാരുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള, ബട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ACC ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ CA ഉള്ള ആൾക്കാരെ കമ്പനീസ് ഹാൻഡ് പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ജോബ് കിട്ടും. ഞാനൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടി. ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. എക്സാക്ട്ലി, വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സ് കോൾ വന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ആൻഡ് ഐ വാസ് ഏബിൾ ടു ലാൻഡ് ദ ജോബ്. എനിക്ക് ഒരുപാട് ഹണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ പക്ഷേ എല്ലാവരും ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. എൻ്റെ കൂടെ ചെറുപ്പത്തിൽ പഠിച്ചവരും എല്ലാവർക്കും ഇതേ സ്റ്റോറി അല്ല പറയാനുള്ളത്. മോസ്റ്റ് ഓഫ് ദം ആർ അപ്ലൈയിങ് ഫോർ ജോബ്സ്, പക്ഷേ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ്റെ ഒരു പവറാണ് അവിടെ ഞാൻ കണ്ടത്. പെട്ടെന്നൊരു ജോബിലേക്ക് എത്താൻ പറ്റി. ഒരു സ്ട്രെസ് ഫ്രീ ലൈഫാണ്. ഇനിയിപ്പോൾ ഞാൻ EY നിന്ന് ഇറങ്ങുകയാണെങ്കിൽ തന്നെ എനിക്ക് അടുത്ത ജോബിനെ പറ്റി ആലോചിച്ച് വലിയ ടെൻഷനില്ല. അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കസിൻ ഇപ്പോൾ +2ലേക്ക് പോകും, അതായത് 10th കഴിഞ്ഞു, +1 +2 പഠിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും വിളിച്ച് ചോദിക്കുന്ന പോലെ വലിയ ആൾക്കാരുടെ അടുത്ത്, അപ്പോൾ അതുപോലെ എൻ്റെ അടുത്തും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു നീ CA ചെയ്യ്, CAക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. പക്ഷേ അപ്പം ആ ഒരു മൊമെൻറ്റിൽ അവർ പറഞ്ഞു വെച്ചാൽ അയ്യോ ഭയങ്കര സ്ട്രെസ്സാണ്, അങ്ങനത്തെ സ്ട്രെസ്സുള്ളൊരു ലൈഫ് എനിക്ക് വേണ്ട സാൻ ചേച്ചി എന്നാണ്. അപ്പം അങ്ങനത്തെ ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആ സ്ട്രെസ്സ് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ് ആക്ച്വലി?
ആക്ച്വലി CA is not about a lot of stress. നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ടൈം ടേബിളിലാണെങ്കിൽ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനുള്ള ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് പരിപാടി തീർക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്ത് അൺനെസസറി ടൈം സ്പെൻഡ് ഇല്ലാണ്ട് ഒരു പ്രോപ്പർ ടൈം ടേബിൾ പോകും. ഡെയിലി ഒരു 3 to 4 hours മാക്സിമം മതി, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകണ്ട. ഐ യൂസ് ടു സ്പെൻഡ് അറൗണ്ട് 2 to 3 hours per day ഫോർ സ്റ്റഡീസ്. അത് ഞാൻ എപ്പോഴും മാറ്റി വെക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ത്രൂ ഔട്ട് ദ സ്റ്റഡി പീരീഡ് അങ്ങനെ കൊണ്ടുപോയപ്പോൾ തന്നെ എനിക്ക് വിഷയമില്ലാണ്ട് പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റി. ആഫ്റ്റർ ദി എക്സാമിനേഷൻ പാസ് ഔട്ട് ആയി, അതിനുശേഷം ലൈഫ് സ്ട്രെസ്ഫുൾ ആണോ? ആക്ച്വലി നോ, ഐ ആം എൻജോയിങ് മൈ ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്. അതായത് എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ചെയ്യാം, എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡമാണ്. അതായത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വന്നല്ലോ, അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു പാക്കേജിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ജോബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബേസിക്കലി ഞാനൊരു വർക്കോളിക്, എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അതൊരു കാര്യം. അപ്പോൾ എനിക്ക് EYയിലെ വർക്ക് കഴിഞ്ഞപ്പോൾ ക്ലാസ് എടുക്കാൻ ലക്ഷ്യയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഐ ഫീൽ കംഫർട്ടബിൾ ഇൻ ഇറ്റ് ബിക്കോസ് എനിക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഡൈനാമിക് ആയിട്ട് ഡിഫറെൻറ്റ് ജോബ് പ്രൊഫൈൽസിലേക്ക് ആക്സസ് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ഡൈനാമിക് ലൈഫാണ്. ഒന്നും എവറി ഡേ ഇസ് നോട്ട് ദ സെയിം ഫോർ മീ. ഓരോ ദിവസവും ഓരോ സിറ്റുവേഷൻ. ഇല്ലല്ല, രാവിലെ എണീക്കുമ്പോൾ തന്നെ അന്ന് ഇനി എന്താ വരാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പോവുക. നമ്മൾ റസയെ പറ്റി തന്നെ ഒരുപാട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളും നമുക്ക് അതിനിടയ്ക്ക് കൂടി ഒരുപാട് നോളജും കിട്ടി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.